ഹരിശ്രീ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2025 ജനുവരി 1 PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ആണ്. ജനുവരി 1 ഇയർ എൻഡിങ് ആയത് കാരണം കുറച്ചധികം പേജസ് ഉണ്ട് സമകാലികം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഓരോ പാർട്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പാർട്ടുകളും വ്യക്തമായിട്ട് കാണുക, കൃത്യമായിട്ട് നോട്ട് ഉണ്ടാക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിൻറ്റഡ് സ്കൂൾ നിലവിൽ വരുന്നത് പാച്ചിൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂള് ഈറ്റാനഗർ, അരുണാചൽ പ്രദേശിൽ. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിൻറ്റഡ് സ്കൂൾ നിലവിൽ വരുന്നത് പാച്ചിൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഈറ്റാനഗർ, അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. വിദ്യാർത്ഥികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. വിദ്യാർത്ഥികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത് ഡൽഹിയിലാണ്, ഹുമയൂൺ ശവകുടീര സമുച്ചയത്തിൽ. ഇന്ത്യയിലെ ആദ്യത്തെ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത് ഡൽഹിയിലാണ്, ഹുമയൂൺ ശവകുടീര സമുച്ചയത്തിൽ. 16ാമത് രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിലെ മികച്ച ഡോക്യുമെൻ്ററിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വസുദൈവ കുടുംബകം. സംവിധാനം ആനന്ദ് പട്വർദ്ധൻ. 16ാമത് രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിലെ മികച്ച ഡോക്യുമെൻ്ററിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വസുദൈവ കുടുംബകം. സംവിധാനം ആനന്ദ് പട്വർദ്ധൻ. അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകിയാണ് യാമിനി കൃഷ്ണമൂർത്തി. യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥയാണ് എ പാഷൻ ഫോർ ഡാൻസ്. അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകിയാണ് യാമിനി കൃഷ്ണമൂർത്തി. യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥയാണ് എ പാഷൻ ഫോർ ഡാൻസ്. പ്രകൃതിക്ഷോഭങ്ങളെ നേരിടാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ മികച്ച സഹകരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച ആഭ്യന്തര സഹമന്ത്രിയാണ് നിത്യാനന്ദ് റായ്. പ്രകൃതിക്ഷോഭങ്ങളെ നേരിടാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ മികച്ച സഹകരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005. ഇത് ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച ആഭ്യന്തര സഹമന്ത്രിയാണ് നിത്യാനന്ദ് റായ്. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച പശ്ചിമ ബംഗാളിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച പശ്ചിമ ബംഗാളിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ. ISRO നാസ സംയുക്ത സംരംഭമായ ആക്സിയം 4ൻ്റെ ബഹിരാകാശ യാത്രകളുടെ ഭാഗമാകുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ISRO നാസ സംയുക്ത ദൗത്യമാണ് ആക്സിയം 4 മിഷൻ. അതിൻ്റെ ബഹിരാകാശ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. 2 വർഷത്തിനകം കേരളത്തിൽ HIV ബാധിതർ ഇല്ലാതാക്കാൻ ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് 1-0. 2 വർഷത്തിനകം കേരളത്തിൽ HIV ബാധിതർ ഇല്ലാതാക്കാൻ ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് 1-0. അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന ആന്തമാനിസ് ചാൾസ് ഡാർവിൻ എന്ന ജീവിവർഗം ഏത് വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ്? തവള. അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന ആന്തമാനിസ് ചാൾസ് ഡാർവിൻ എന്ന ജീവി വിഭാഗം ഏത് വിഭാഗത്തിൽ പെടുന്നു? അത് തവളയാണ്. സുഖോയ് യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുന്ന 4ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. സുഖോയ് യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുന്ന 4ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അമീബിക് മസ്തിഷ്ക ജ്വര ചികിത്സയ്ക്കുള്ള രക്ഷാമരുന്നായ മിൽറ്റിഫോസിൽ ഏതു രാജ്യത്തു നിന്നാണ് കേരളത്തിൽ എത്തിച്ചത്? ജർമ്മനിയിൽ നിന്ന്. അമീബിക് മസ്തിഷ്ക ജ്വര ചികിത്സയ്ക്കുള്ള രക്ഷാമരുന്നാണ് മിൽറ്റിഫോസിൽ ഏതു രാജ്യത്തു നിന്നാണ് കേരളത്തിൽ എത്തിച്ചത്? ജർമ്മനിയിൽ നിന്ന്. അയോധ്യയിലെ
രാംലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ലാവോസ് ആണ്. ലാവോസ്. അയോധ്യയിലെ രാംലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ലാവോസ്. 2024 ജൂലൈയിൽ ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനാച്ഛാദനം ചെയ്തത് ആരുടെ പ്രതിമയാണ്? മഹാത്മാഗാന്ധിയുടെയാണ്. 2024 ജൂലൈയിൽ ഇവിടെയൊന്നുമല്ല, ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനാച്ഛാദനം ചെയ്തത് ആരുടെ പ്രതിമയാണ്? മഹാത്മാഗാന്ധിയുടെ പ്രതിമ, ജപ്പാനിൽ. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപ്. രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിൻ്റെ പുതിയ പേര് അശോക് മണ്ഡപ്. രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിൻ്റെ പുതിയ പേര് അശോക് മണ്ഡപ്. ഗണതന്ത്ര എന്ന വാക്കിൻ്റെ അർത്ഥം റിപ്പബ്ലിക് എന്നാണ്. ഗണതന്ത്ര എന്ന വാക്കിൻ്റെ അർത്ഥം റിപ്പബ്ലിക്. അപ്പോൾ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപ്. രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിൻ്റെ പുതിയ പേരാണ് അശോക് മണ്ഡപ്. ഗണതന്ത്ര എന്ന വാക്കിൻ്റെ അർത്ഥമാണ് റിപ്പബ്ലിക്. GI ടാഗ് പദവി ലഭിച്ച മുഷ്ക് ബൻജി അരി എവിടെ നിന്നാണ്? ജമ്മു കാശ്മീരിൽ നിന്നാണ്. GI ടാഗ് ലഭിച്ച മുഷ്ക് ബൻജി അരി എവിടെ നിന്നാണ്? അത് ജമ്മു കാശ്മീരിലെ അരി വിഭാഗമാണ്. 2024 ജൂലൈയിൽ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കപ്പെട്ട മലയാളിയാണ് കെ കൈലാസ് നാഥൻ. 2024 ജൂലൈയിൽ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കപ്പെട്ട മലയാളിയാണ് കെ കൈലാഷ് നാഥൻ. കുട്ടികൾക്ക് വേണ്ടിയുള്ള ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് NPS വാത്സല്യ പദ്ധതി. കുട്ടികൾക്ക് വേണ്ടി ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് NPS വാത്സല്യ പദ്ധതി. അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിനെ തുടർന്ന് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് അതിഷി മാർലേന സിംഗ് ആണ്. അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിനെ തുടർന്ന് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് അതിഷി മാർലേന സിംഗ്. ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പ് വരുന്നത് ഗ്രോത്ത് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പ് വരുന്നത് ഗ്രോത്ത് ഇന്ത്യയിലാണ്. ഈ അതിശയൊക്കെ മാറിയിട്ട് ഇപ്പോൾ രേഖാ ശർമ്മയൊക്കെ വന്നിട്ടുണ്ട് 4ാമത്തെ വനിതയായിട്ട് കേട്ടോ. ഇത് കറണ്ട് അതാത് മാസങ്ങളിൽ അങ്ങനെ ഇട്ടത് കൊണ്ട് വായിച്ചു പോണതാണ്. നിങ്ങളത് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. അല്ല, PSC ബുള്ളറ്റിൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഈ ചാനൽ കറക്റ്റായി ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഓൾറെഡി വന്നുകൊണ്ട് ഇരിക്കും. മാറുന്നതിനനുസരിച്ച് അതാത് മാസങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. അത് ശ്രദ്ധിച്ചാലും മതി. ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പാണ് ഗ്രോത്ത് ഇന്ത്യ. ഗ്രോത്ത് ഇന്ത്യ ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ ഹാൻലെയിൽ. ഗ്രോത്ത് ഇന്ത്യ ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ ഹാൻലെയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പാണ് ഗ്രോത്ത് ഇന്ത്യ. ഗ്രോത്ത് ഇന്ത്യ ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ ഹാൻലെയിലാണ്. ഗ്രോത്ത് ഇന്ത്യ ടെലസ്കോപ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ലഡാക്കിലെ ഹാൻലെയിൽ. 24 മണിക്കൂറിനുള്ളിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ട് റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ നഗരമാണ് ഇൻഡോർ, മധ്യപ്രദേശിൽ. 24 മണിക്കൂറിനുള്ളിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ട് റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ നഗരമാണ് ഇൻഡോർ, മധ്യപ്രദേശ്. കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേരാണ് ശ്രീ വിജയപുരം. കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനത്തിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. പോർട്ട് ബ്ലെയറിൻ്റെ പേര് ശ്രീ വിജയപുരം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ
സ്കൈഡെക്ക് നിലവിൽ വരുന്നത് ബാംഗ്ലൂരിൽ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈഡെക്ക് നിലവിൽ വരുന്നത് ബാംഗ്ലൂരിൽ. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് തുഹിൻ കാന്ത പാണ്ഡെ. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് തുഹിൻ കാന്ത പാണ്ഡെ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഭാഗ്യക്കുറിയായ ഈസി ലോട്ടറി അവതരിപ്പിച്ച സംസ്ഥാനമാണ് മേഘാലയ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഭാഗ്യക്കുറിയാണ് ഈസി ലോട്ടറി. അത് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? മേഘാലയ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റാണ് മോഹന സിംഗ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റിൻ്റെ പേരാണ് മോഹന സിംഗ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറിയാണ് സീതാറാം യെച്ചൂരി. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറിയുടെ പേരാണ് സീതാറാം യെച്ചൂരി. ഇത്യാരി റെയിൽവേ സ്റ്റേഷൻ മഹാരാഷ്ട്ര ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്? സുഭാഷ് ചന്ദ്രബോസ്. ഇത്യാരി റെയിൽവേ സ്റ്റേഷനുമുണ്ട്, അത് മഹാരാഷ്ട്രയിലാണ്. ആ ഇത്യാരി റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റി പുനർനാമകരണം ചെയ്തത് ആരുടെ പേരാണ്? സുഭാഷ് ചന്ദ്രബോസ്. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ വേണ്ടി നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനാണ് രാംനാഥ് കോവിന്ദ്. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനാണ് രാംനാഥ് കോവിന്ദ്. ഏത് സംസ്ഥാനത്തിൻ്റെ ഫലമായിട്ടാണ് കാംചി നേമുവിനെ പ്രഖ്യാപിച്ചത്? ഏതു സംസ്ഥാനത്തിൻ്റെ ഫലമായിട്ടാണ്? ഫലം എന്ന് പറഞ്ഞാൽ പഴം, ഫ്രൂട്ട്. ഏത് സംസ്ഥാനത്തിൻ്റെ ഫലമായിട്ടാണ് കാഞ്ചി നേബുവിനെ പ്രഖ്യാപിച്ചത്? ആസാം ട്ടോ, ആസാം. ഇന്ത്യയിലെ ഏതു നഗരത്തിലാണ് ഗൂഗിളിൻ്റെ AI ലാബ് നിലവിൽ വരുന്നത്? ചെന്നൈ. ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഗൂഗിൾ AIൻ്റെ ലാബ് നിലവിൽ വരുന്നത്? ചെന്നൈ. നമ്മൾ ചെന്നാൽ ഉടനെ കാണാൻ പറ്റും ഗൂഗിൾ AI ലാബ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ചെന്നൈ കിട്ടും. 2024 സെപ്റ്റംബറിൽ ഡെങ്കിപ്പനിയെ മഹാമാരിയായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കർണാടകം. അപ്പോൾ 2024 സെപ്റ്റംബറിൽ ഡെങ്കിപ്പനിയെ മഹാമാരിയാക്കിയത് ആരാണ്? കർണാടകമാണ്. യൂണിഫൈഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. യൂണിഫൈഡ് പെൻഷൻ സ്കീം നടപ്പാക്കിയ ആദ്യത്തെ സംസ്ഥാനം മഹാരാഷ്ട്ര. മുസ്ലിംസുകളുടെ വിവാഹം, വിവാഹമോചനം എന്നിവ സർക്കാരിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധമാക്കുന്ന ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയ സംസ്ഥാനം ആസാം. മുസ്ലിംസുകളുടെ വിവാഹം, വിവാഹമോചനം എന്നിവ സർക്കാരിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധമാക്കുന്ന ബില്ല് നിയമസഭയിൽ പാസാക്കിയ സംസ്ഥാനമാണ് ആസാം. 2024 ഡിസംബറിൽ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപകയാണ് അരുണ വാസുദേവ്. 2024 ഡിസംബറിൽ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപക അരുണ വാസുദേവ്. കുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സിൽ നിന്ന് 21 വയസ്സായി ഉയർത്തി നിയമനിർമ്മാണം നടത്തിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. കുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സായിട്ട് ഉയർത്തി നിയമനിർമ്മാണം നടത്തിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാർട്ട് 2 കഴിയാണ്. അടുത്ത പാട്ടുമായിട്ട് വീണ്ടും കാണാം നമുക്ക്. താങ്ക് യു.